Kerala and Karnataka, the glow of purity. എന്നുമെന്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. എന്നുമെന്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിത. എന്നുമെന്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. എന്നുമെന്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിത. ഈ വിദ്യാലയത്തിലെ PTA പ്രസിഡന്റ് ശ്രീ തിരുത്തി. അപ്പോ നമുക്ക് ഈ പച്ചക്കറിയും അരിയും ഇതൊക്കെ മാത്രം മതിയോ ഒരു കുഞ്ഞിനെ നേരെ വളരാൻ ഒരു വീട്ടിലെ? ഇതൊക്കെ മാത്രം മതിയോ? പോരാ. നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമുണ്ട്. അച്ഛൻ രാവിലെ പോയിട്ട് വൈകുന്നേരം, അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചെത്തുന്നതാണ് കുഞ്ഞുങ്ങൾ കാണുന്നത്. പോവാണ്ടിരിക്കാൻ, കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. കാരണം ഒരച്ഛൻ അധ്വാനിച്ചാൽ മാത്രമേ ആ വീട്ടിലേക്ക് വരുമാനം വരികയുള്ളൂ. ചില വീട്ടിൽ അച്ഛൻ അല്ലെങ്കിൽ പിതാവ് മാത്രമല്ല, മാതാവും പണിക്ക് പോകുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. രണ്ടു കൂട്ടരും കൂടെ. ഇനി ഇതൊന്നും മാത്രം, ഇതെല്ലാം പോരാ കുട്ടിക്ക് വളരാൻ. വേറെ ചില സംഗതികൾ ആവശ്യമുണ്ട്. അതെന്താണ് വേറെ കൊടുക്കേണ്ടത്? നമ്മൾ ഒരച്ഛൻ വിചാരിക്കും, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ്, ഞാൻ രാവിലെ പണിക്ക് പോകുന്നുണ്ട്, പകൽ മുഴുവൻ ഞാൻ അധ്വാനിക്കുന്നുണ്ട്, വൈകുന്നേരം ഞാൻ പൈസ കൊണ്ടുവന്ന് എൻ്റെ ഭാര്യയുടെ കയ്യിൽ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഭർത്താവിനും കൂടി കൊടുക്കാം. ഇതാ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകം, നിങ്ങൾ പുതിയ പാഠപുസ്തകം ഒന്ന് എടുത്ത് നോക്കണം. 3ാം ക്ലാസ്സിലെ അതില് ഇന്ന് രാവിലെ ഞാൻ വാർത്ത കേട്ടപ്പോൾ ശ്രദ്ധിച്ച കാര്യമാണ് അത് കേട്ടോ. ഞാൻ പുസ്തക സത്യത്തിൽ കണ്ടില്ല, പക്ഷേ അതിലൊരു കാര്യം പറയുന്നുണ്ട്. അതിലൊരു ചിത്രം തന്നെയുണ്ട്. അതില് അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുന്നു, അച്ഛൻ തേങ്ങ ചിരവി കൊടുക്കുന്നു, മക്കള് ചുറ്റും കളിച്ച് നടക്കുന്നു. അങ്ങനെ ഒരു ചിത്രം. അതെന്തിനാ അങ്ങനെ ഒരു ചിത്രം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ? പണ്ട് കാലത്താണെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരുന്ന അവസ്ഥ. പത്രം വായിച്ചിരിക്കുന്ന അച്ഛനെയും പാചകം ചെയ്യുന്ന അമ്മയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? പക്ഷേ നമ്മുടെ കുട്ടികളിലേക്ക് ലിംഗസമത്വം എന്നുള്ള നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരാശയം കുട്ടികളിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ മനഃശാസ്ത്രജ്ഞരുടെ ഒക്കെ അഭിപ്രായം ഇത് തന്നെയാണ്. നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഇമ്പം വരണമെങ്കിൽ, സന്തോഷം വരണമെങ്കിൽ നമ്മൾ ഒന്നിച്ചിരിക്കണം. വീടുകളിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് ഒരു നേരം, എല്ലാ നേരവും ചിലപ്പോൾ നമുക്ക് സാഹചര്യം കൊണ്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, പക്ഷേ ഒരു നേരമെങ്കിലും നമുക്ക് ഒന്നിച്ചിരിക്കാൻ കഴിയും, അല്ലേ? നിങ്ങൾ ശ്രമിച്ചാൽ. ഇനി ഇതുവരെ അങ്ങനെ ഇല്ലെങ്കിൽ ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ ഒന്ന് ശ്രമിക്കണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ, അതുപോലെ ആ കുട്ടികൾക്ക് ഞാൻ നേരത്തെ സംസാരിക്കണം, അല്ലെ ഒരുമിച്ചിരിക്കണമെന്നാണ് പറഞ്ഞത്, അല്ലേ? അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം? ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവരോട് തീർച്ചയായിട്ടും സംസാരിച്ചിരിക്കണം.
കുട്ടിയോട് ചോദിക്കുക, ഇന്ന് എന്തൊക്കെയുണ്ട് സ്കൂളിൽ വിശേഷങ്ങൾ ചോദിച്ചുകൂടെ നമുക്ക്? അപ്പൊ കുട്ടികൾക്ക് പറയാനും നല്ല താല്പര്യമുണ്ടാവും. അവര് സംസാരിക്കുമ്പോൾ ഈ ഒന്നും മിണ്ടാതിരിക്കും, മതി എന്ന് പറഞ്ഞുകൂടാ. കുട്ടികൾക്ക് പറയാനുള്ള ഒരു സാവകാശം, സന്ദർഭം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് എന്ന് തോന്നണം. അച്ഛനോടും അമ്മയോടും മാത്രമല്ല, സഹോദരങ്ങളുണ്ടാവും വീട്ടിൽ, അവരോടും സംസാരിക്കാം. അങ്ങനെ അപ്പോൾ നമ്മുടെ കുട്ടിക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവില്ല. ചിലപ്പോൾ ചില കാരണങ്ങളാൽ അവർക്ക് വിഷമങ്ങളുണ്ടാവും. ആ സമയത്തും നമ്മൾ അവരെ കേൾക്കണം. വീട് സ്നേഹ വീടായിരിക്കണം. ഇനി അതുപോലെ തന്നെ കുട്ടികൾ സംസാരിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പുതിയ കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്, 9ലും 10ലും പഠിക്കുന്ന കുട്ടികളും ഇവിടെ ഇരിപ്പുണ്ട്. 2 കൂട്ടരും സംസാരിച്ചുകൂടാ. ഇപ്പോ പ്രശ്നങ്ങൾ കേൾക്കാൻ, നമ്മളെ മനസ്സിലാക്കാൻ, നമുക്ക് പിന്തുണ നൽകാൻ ആരൊക്കെയോ ഉണ്ടല്ലോ. എന്തൊരു ആശ്വാസമാണത്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിരന്തരം കേൾക്കുക. അതേസമയം നിങ്ങളുടെ കാര്യങ്ങൾ അവരോടും പറയാം. നിങ്ങൾ പല പല ജോലിക്ക് പോകുന്നുണ്ട്, അവിടുത്തെ പ്രശ്നങ്ങൾ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യാം. അവർക്ക് നമ്മളെക്കാളും ഐഡിയ ഉണ്ട്. അവരതിന് നമ്മുടെ പ്രശ്നങ്ങൾക്ക്, നമുക്ക് അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ കുട്ടികൾ തന്നെ ഒരുപക്ഷെ അതിന്റെ പരിഹാരം നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമുക്കൊരു ആശ്വാസ കേന്ദ്രം. അവധിക്കാലം കഴിഞ്ഞ് സ്കൂൾ തുറന്നതിന്റെ ആശ്വാസത്തിലാണ് പലരും, അല്ലേ? ഇനിയിപ്പോ ബാക്കി ടീച്ചർമാര് സഹിക്കട്ടെ, നമുക്ക് കുറച്ചൊരു സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്ന. അതിപ്പോ നിങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ചില സമയം അധികമായാൽ അമൃതം വിഷമാണെന്ന് പറഞ്ഞതുപോലെ ചില സമയം കുട്ടികളുടെ പൊരുത്തക്കേട് നമുക്ക് ചില സമയം സഹിക്കാനേ കഴിയില്ല. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? നിങ്ങളുടെ വിജയം. നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ. നമ്മളൊരു അമ്മ എന്നുള്ള നിലയിൽ, അല്ലെ ഒരു ഉമ്മ എന്നുള്ള നിലയിൽ, അല്ലെ അച്ഛൻ, അല്ലെ ഉപ്പ എന്നുള്ള നിലയിൽ നമ്മളൊരു വിജയമായിരിക്കണം. അപ്പൊ നമ്മളെ കണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കും. ഇനി അതുപോലെ നിങ്ങളുടെ കുട്ടികൾ എപ്പോഴും ഒരേ പ്രായക്കാരല്ല, അവര് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതം. എൻ്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപമെൻ്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതം. എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതം. പെണ്ണഴകിനും മിഴിവേകി എന്നെന്നും മിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.
Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. അവധിക്കാലം കഴിഞ്ഞു, വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061178000. ടോൾ ഫ്രീ നമ്പർ 14. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ. കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം. ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ. കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം. ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം.